ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ബഹ്റിനിലെ യൂട്യൂബേഴ്സിന്റെ കൂട്ടായ്മയായ ബഹ്റിൻ യൂട്യൂബേഴ്സിന്റെ ഒരു ഇഫ്താർ വിരുന്ന് നമ്മുടെ ആൻലോസ് ഗാർഡനിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലും അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ബഹ്റിനിലെ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടായ്മയായ ബഹ്റിൻ യൂട്യൂബേഴ്സിൻ്റെ നോമ്പുതുറയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ആ ഇഫ്താർ വിരുന്നിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബഹ്റിനിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് ബഹ്റിൻ യൂട്യൂബേഴ്സ്. കേവലം 4 പേരുമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഈ കൂട്ടായ്മ ഇന്ന് 30-ലധികം ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ബഹ്റിനിലെ ആൻലോസ് ഗാർഡനിൽ വെച്ചായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ 5 മണിയോടുകൂടി തന്നെ നമ്മൾ കുറച്ച് പേര് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എത്തിയിരുന്നു. ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ സ്നാക്സ് പ്ലേറ്റുകളിൽ ഇത് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 5 മണിക്ക് തന്നെ ആരംഭിച്ചു. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ ഇതിലുള്ള മിക്കവാറുമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാം നമ്മുടെ തന്നെ അംഗങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയ ആഹാര സാധനങ്ങളായിരുന്നു. നോമ്പ് തുറക്കുന്ന ആ സമയത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ഒരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. കാരണം നമുക്കെല്ലാം അറിയുന്നവരാണ്. കാരണം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചാനലുകളിലൂടെയുമൊക്കെ കാണുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കുടുംബത്തിലൊരു പരിപാടി, ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത്. നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയും ജ്യൂസൊക്കെ കുടിക്കുകയും ചെയ്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളും യൂട്യൂബുമായിട്ടുള്ള അനുഭവങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചത് നേരം പോയത് അറിഞ്ഞതേയില്ല. പിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇതിലേക്ക് പോയത്. ഫുഡാണെങ്കിലും വെറൈറ്റി ആയിരുന്നു. നെയ്ച്ചോറ്, അതുപോലെ തന്നെ ഇടിയപ്പം, പാലപ്പം, തരിക്കഞ്ഞി, ചട്ടിപ്പത്തിരി, പിന്നെ സ്നാക്സ് ഒരുപാട്. പിന്നെ കറിയാണെങ്കിലും ചിക്കന്, വെജിറ്റബിൾ കറി, ബട്ടർ ചിക്കൻ, അങ്ങനെ 1-2 കറികളുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനാ, നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു നാടൻ രുചിയൊക്കെ ഈ ഫുഡിന് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. കാരണം 2-3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമായി ഈ പ്രോഗ്രാം മാറുകയും ചെയ്തു. അതിന് കാരണം നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരുമാണ്. കാരണം അവരുടെ തിരക്കുകൾക്കിടയിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തുകയും ഇവിടെ എത്തിച്ചേരുകയും ഇത്രയും പേര് നമ്മളോടൊപ്പം ചിലവഴിക്കുകയൊക്കെ ചെയ്തത് അവരാണ്. ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം പുതിയ പരിപാടികളുമായിട്ട് വീണ്ടും ബഹ്റിൻ യൂട്യൂബേഴ്സ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.